ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖന്തക്ക് യുദ്ധത്തെക്കുറിച്ചാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധം കഴിഞ്ഞ് അതിനുശേഷം ചരിത്രത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു യുദ്ധമാണ് ഖന്തക്ക് യുദ്ധം. ഈ ഖന്തക്ക് യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കുഴി എടുത്തുകൊണ്ട്, ഒരു കിടങ്ങ് കുഴിച്ചുകൊണ്ട് ഇരുവശത്തും രണ്ട് കൂട്ടരും നിൽക്കുന്ന ഒരവസ്ഥ. ഒരു പക്ഷത്തുള്ള ആളുകൾക്ക് മറുവശത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ നീളത്തിലും വീതിയിലുമുള്ള ഒരു കിടങ്ങ് കുഴിക്കുക. അത് സൽമാൻ ഫാരിസി എന്ന് പറയുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരം ഒരു യുദ്ധതന്ത്രമായിക്കൊണ്ട് പ്രയോഗിച്ച ഒരു കാര്യമാണ്. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വായിച്ചുകൊണ്ട് കടക്കാൻ പോകുന്നത്. എല്ലാ വീഡിയോകളിലും നമ്മൾ ചരിത്രം വായിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുന്നത്. ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറയുന്ന ആ സെയിം ബുക്ക് തന്നെയാണ്. സാന്ദർഭികവശാൽ പറയാനുള്ളത്, ഇത് ബുക്കിൽ ഞാൻ വായിച്ച കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല. കിതാബുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊതുസമൂഹത്തോട് നമ്മളുടെ ഉസ്താദുമാർ അല്ലെങ്കിൽ മൗലവിമാർ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. യഥാർത്ഥത്തിൽ കിതാബിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത്തരം യുദ്ധങ്ങളും കൊള്ളകളുമൊക്കെ പ്രവാചകനും സഹാബത്തും ഒക്കെ ചെയ്തു എന്ന തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമായ ഇസ്ലാം പ്രചരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒരു മാർഗത്തിലൂടെയാണ് എന്നാണ് ഇത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യമോ യഥാർത്ഥത്തിൽ അന്ന് ഈ രൂപത്തിലാണോ നടന്നതെന്നോ ഇതൊന്നും നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഈ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പലരും ഈ വീഡിയോകൾ കണ്ടിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ തരത്തിലൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഉസ്താദുമാർ അല്ലെങ്കിൽ മൗലവിമാർ നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരാഞ്ഞത് എന്ന്. അതിൻ്റെ ഉത്തരം, ഇന്ന് നിലവിലുള്ള മതങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ മതങ്ങളും ചെയ്യാറുള്ളത് പോലെ തന്നെ ഇത്തരം വൈകൃതങ്ങളായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുകയോ ചെയ്തുകൊണ്ട് ഈ മതം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ മതപുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ തന്നെ ഇസ്ലാമിക മതവിഭാഗത്തിലെ പുരോഹിതന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയാത്തത്. നമ്മളിത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് മുമ്പിൽ ഇവരെ അവതരിപ്പിക്കാത്ത ഒരു ആദർശം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ആദർശം ഫോളോ ചെയ്യുന്ന ആളുകളെ കൊണ്ട് സാധാരണ വിശ്വാസികളായ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരം വൈകൃത ചിന്തകളെ പാടെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു പോയിന്റിൽ വിശ്വാസി സമൂഹം എത്തുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രോഗം നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രോഗത്തിനുള്ള മെഡിസിൻ കഴിച്ചാലാണ് ആ രോഗം നമുക്ക് മാറുള്ളൂ. അതല്ലാതെ രോഗം അവിടെ ഉണ്ട്, ആ രോഗം ഇന്നതാണെന്ന് പുറത്ത് പറയാതെ സുഖമില്ല എന്നുള്ളതറിയാം, അതിന് വേറെ മെഡിസിൻസ് കഴിക്കുക. ആ മെഡിസിൻസ് കഴിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള രോഗം മാറുമെന്ന് നമ്മൾ അന്ധമായി വിശ്വസിച്ച് കാലം കഴിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തരമാണോ അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളും. ഇതിൻ്റെ യഥാർത്ഥ രോഗം അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നം ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഇതിനകത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ വിശ്വാസി സമൂഹത്തിനുണ്ടായാൽ അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കാനും തള്ളിക്കളയാനും അവർ തയ്യാറാകും. എന്നാൽ മാത്രമാണ് ഈ ബഹുസ്വര രാഷ്ട്രത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും പരസ്പരം ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഈ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനത്തോടും ഐക്യത്തോടും ജീവിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഇത് ഇസ്ലാമിൻ്റെ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇസ്ലാമിൻ്റെ മേത്ത് കുതിര കയറി നമുക്ക് എന്തെങ്കിലും അതിൻ്റെ മുകളിലൊരു താജ്മഹൽ പണിയണം അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല.
ഈ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ചരിത്ര ഗ്രന്ഥത്തിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ അടുത്ത വർഷം ബദറിൽ വീണ്ടും കാണാമെന്ന് അഹങ്കാരം മുഴക്കിയിരുന്നു. പക്ഷേ സമയമായപ്പോൾ ക്ഷാമം കാരണം ആ വർഷം യുദ്ധം നടത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. മുസ്ലിങ്ങളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി നഈം എന്ന ആളെ മദീനയിലേക്ക് അയച്ചു. അബൂ സുഫിയാൻ വമ്പിച്ച ഒരു സൈന്യത്തെയാണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിൽ ഭീതി സൃഷ്ടിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരത് വിലവെച്ചില്ല. 1500 പേരടങ്ങുന്ന ഒരു സൈന്യവുമായി ബദറിലേക്ക് നീങ്ങി. അവിടെ അവരെ നേരിടാൻ ആരും വന്നില്ല. പ്രസിദ്ധമായ ബദർ ചന്തയിൽ കച്ചവടം നടത്തി ധാരാളം ലാഭം നേടി അവർ തിരിച്ചു പോന്നു. അപ്പോൾ ഈ ബദർ എന്ന് പറയുന്ന സ്ഥലം ഒരു ചന്തയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ കച്ചവട സംഘങ്ങൾ വന്ന് അവരുടെ ചരക്കുകൾ വിറ്റഴിക്കുന്ന ഒരു ചന്തയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് ഒരു യുദ്ധം നടത്തി, ബദർ യുദ്ധം എന്ന് പറയുന്ന ബദർ യുദ്ധം അവിടെ ചെന്ന് നടത്തി. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ചെന്ന് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ സമ്പത്തുകൾ കൊള്ളയടിക്കുക എന്ന് തന്നെയാണല്ലോ. ഒരു ആദർശ പ്രബോധന രംഗത്ത് ശത്രുക്കളാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നതെങ്കിൽ അത് അവർ താമസിക്കുന്ന സ്ഥലത്ത്, അഥവാ മദീനയിൽ സേഫ് സോണിൽ ജീവിക്കുന്ന ആ സ്ഥലത്ത് ആക്രമണം ഉണ്ടായാൽ അവിടെ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് പറയാം, അതൊരു ചെറുത്തുനിൽപ്പാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, തൗഹീദിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിച്ചാണെന്ന് പറയാം. ബദർ എന്ന് പറയുന്നത് ഒരു ചന്തയാണെന്ന് ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു. ബദർ യുദ്ധം വിവരിക്കുന്നിടത്ത് അങ്ങനെ ഒരു ചന്തയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഖന്തക്ക് യുദ്ധം വിശദീകരണത്തിനടുത്ത് അതൊരു ചന്തയാണെന്നുള്ളത് ക്ലിയറായി പറയുന്നുണ്ട്. ഈ ചന്തയിൽ എന്താ ഉണ്ടാവുക, അവിടെ അവരുടെ കച്ചവട ചരക്കുകൾ സമ്പത്താണ് ഉണ്ടാവുക. ആ സമ്പത്താണ് ലക്ഷ്യമെന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇനി ഹിജറ 5-ാം വർഷം ഷവ്വാൽ മാസത്തിൽ നടന്ന ഖന്തക്ക് യുദ്ധം ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് നാട് കടത്തപ്പെട്ട ജൂതന്മാർ മുഹമ്മദിനോട് പ്രതികാരം ചെയ്യാനുള്ള കടുത്ത വാശിയിലായിരുന്നു. ഉഹുദിൽ വിജയിച്ച ഖുറൈശികളാകട്ടെ മുഹമ്മദിനെയും അനുയായികളെയും ഉന്മൂലനം ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരുന്നു. അതിനാൽ യഹൂദർ മുഹമ്മദിന് എതിരെയുള്ള ഒരു ആക്രമണത്തിന് പദ്ധതി മുന്നിൽ വെക്കേണ്ട താമസം മുശ്രിക്കുകൾ അത് സ്വാഗതം ചെയ്തു. ഗത്ഫാൻ ഗോത്രത്തെയും അവർ ഇളക്കി വിട്ടു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഖുറൈശികളും യഹൂദരും 42 വ്യത്യസ്ത അറബ് ഗോത്രങ്ങളും അടങ്ങിയ 10,000 പേരുള്ള ഒരു വമ്പിച്ച സൈന്യം മദീനയെ ആക്രമിക്കാൻ തയ്യാറായി. ഈ യഹൂദരും ഖുറൈശികളും അതുപോലെ തന്നെ 42 വ്യത്യസ്ത അറബ് ഗോത്രങ്ങൾ, അങ്ങനെ ഒരു വലിയ ടീമായിക്കൊണ്ട് ഒരുപാട് ഗോത്രങ്ങളെ അവർ ഒന്നിച്ച് നിർത്തി ആ ഗോത്രങ്ങളെല്ലാവരും കൂടെ മദീനയെ ആക്രമിക്കാനായിട്ട് ഈ ഉഹുദിൻ്റെ വിജയത്തിൽ നിന്നുള്ള ആ ഒരു എനർജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ അവരുടെ അനുഭവ പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മദീനയെ ആക്രമിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. വിവരമറിഞ്ഞ നബി അനുയായികളുമായി കൂടിയാലോചന നടത്തി മദീനക്കുള്ളിൽ നിന്ന് ശത്രുവിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. ഉഹുദിൽ ഈ സെയിം തീരുമാനം പല സ്വഹാബത്തും പറഞ്ഞിട്ട് അത് കേൾക്കാതെ പടയങ്കി അണിഞ്ഞു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാൻ പോയി. സ്വാഭാവികമായിട്ടും അതിൽ പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു വന്നു. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാകണം ഈ ഖന്തക്ക് യുദ്ധത്തിൽ മദീനക്കുള്ളിൽ അവർ വരുവാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് തീരുമാനിച്ചു. പേർഷ്യക്കാരനായ സൽമാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള മദീനയുടെ വടക്ക് വശത്ത് ഒരു കിടങ്ങ് കുഴിക്കാൻ ധാരണയായി. മറ്റ് ഭാഗങ്ങളിൽ വീടുകളും ഈന്തപ്പന തോട്ടങ്ങളും ഉള്ളതിനാൽ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നില്ല. 3000 പേരടങ്ങുന്ന സൈന്യവുമായി നബി പുറപ്പെട്ടു. 20 ദിവസം കൊണ്ട് കിടങ്ങ് നിർമ്മാണം പൂർത്തിയായി. 10 പേർക്ക് 30 അടി എന്ന തോതിൽ സ്ഥലം ഭാഗിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. വിശപ്പ് കാരണം കല്ല് വയറ്റിൽ കെട്ടിയാണ് അവർ അധ്വാനിച്ചത്. ആവേശം പകരാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു. നബിയും ഒരു സാധാരണ ഭടനെ പോലെ ജോലി ചെയ്തു. അദ്ദേഹം വയറ്റിൽ കല്ല് കെട്ടിയിരുന്നു. ഇടയ്ക്ക് കിടങ്ങിൽ ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ടു. ആർക്കും അത് തകർക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ നബി വന്ന് ആയുധമെടുത്ത് വെട്ടി. കല്ല് കഷ്ണങ്ങളായി. വളരെ ക്ലിയർ ആണ്, ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കിടങ്ങ് കുഴിക്കുന്നതിനിടയിൽ കിടങ്ങിൽ ഒരു വലിയ പാറ ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കാൻ സഹാബത്തിനൊന്നും കഴിഞ്ഞില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് വന്ന് പൊട്ടിച്ചത്. റസൂലിൽ ആ ചരിത്രം പറയുന്നിടത്ത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വയറ് ചുങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി വയറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കിടങ്ങ് കുഴിക്കലിന് പങ്കെടുത്തത്. അങ്ങനെ ആ ഒരു കല്ല് കഷ്ണങ്ങളായി.
വിശപ്പിനോടൊപ്പം കൊടും തണുപ്പും മുസ്ലിങ്ങളെ അലട്ടി. അവരുടെ കൂട്ടത്തിൽ കുറേ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അവർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് നബിയോട് സമ്മതം വാങ്ങി പുറത്തു പോകും, പിന്നെ തിരിച്ചു വരുന്നില്ല. ഈ മുനാഫിക്കുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ടാവും. ഈ മുനാഫിക്കുകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ വിശ്വാസികൾക്കിടയിലൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനാഫിക്കുകൾ എന്ന് പറയുന്നവർ ഒരു പ്രത്യേക തരം ജീവികളാണ് എന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു തൗഹീദി ആദർശം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെതായിട്ടുള്ളൊരു ആദർശം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഞാൻ നിങ്ങളുടെ പ്രവാചകനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി ഞാൻ നിങ്ങളുടെ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദർശം ഒരുപക്ഷെ അന്ന് പ്രവാചകനെ നേരിൽ കണ്ട ചിലർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. എന്നാലും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകനായിരിക്കാം എന്നൊരു ധാരണയിലും, അതുപോലെ തന്നെ ഭൗതികപരമായ പല നേട്ടങ്ങളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസം ഉറക്കാത്ത രൂപത്തിൽ, അവർക്ക് നേർക്കുനേരെ അവരുടെ ബോധ്യതലത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ, നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല, പക്ഷെ അത് ശരിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇതുപോലുള്ള അവസ്ഥയിൽ അവർക്ക് ബോധ്യപ്പെട്ടില്ല, അവരുടെ ബോധ്യതലത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അത് അവരെ ഏതെങ്കിലും നിലക്ക് നമ്മൾ മോശമായി കാണേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് അവരത് നിന്നില്ല. പിന്നെ ഒരു രാഷ്ട്ര നേതാവ് ആയതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു, ആ നിയമാവലികൾ പാലിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ മുനാഫിക്കുകൾ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു നികൃഷ്ട ജീവികളെ പോലെ കാണുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേര് ഈ പറയുന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ, പ്രവാചകൻ പറയുന്ന പല കാര്യങ്ങളിലും ചിലപ്പം ഒരു സംശയം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് സ്വാഭാവികമാണ്. ബുദ്ധിയും യുക്തിയും ഒക്കെയുള്ള ഏതൊരാളും അത്തരത്തിലാണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ചിന്തയെയും മറികടക്കാനുള്ള തരത്തിൽ ഒരാദർശം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആളുകൾ അടിയുറച്ച് വിശ്വസിക്കുമായിരുന്നു. പക്ഷെ അത്തരത്തിൽ അവരുന്നയിച്ച കാര്യങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയം തീർത്ത ഒരു മറുപടി ഒരു കാരണവശാലും പ്രവാചകനിൽ നിന്നുണ്ടായിട്ടില്ല. അതില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പോകണം. കാരണം ഇസ്ലാമിക ചരിത്രം തുടർന്ന് അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഈ മുനാഫിക്കുകൾ അവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ മുശ്രിക്കുകൾ, കാഫിറുകൾ, ഇങ്ങനെയൊക്കെ പറയുന്ന പദപ്രയോഗങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മുനാഫിക്കുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം ക്ലിയറായി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. കിടങ്ങിൻ്റെ പണി പൂർത്തിയായ ശേഷമാണ് ശത്രുക്കൾ എത്തിയത്. അവർ ഈ പുതിയ യുദ്ധതന്ത്രം കണ്ട് അമ്പരന്നു. കിടങ്ങിന് ഇരുവശങ്ങളിലായി ഇരു സൈന്യവും മുഖാമുഖമായി നിലയുറപ്പിച്ചു. മുസ്ലിങ്ങളുടെ നേരെ അമ്പുകൾ എയ്തു വിടാനല്ലാതെ ശത്രുക്കൾക്ക് മറ്റൊന്നും കഴിയുമായിരുന്നില്ല. കിടങ്ങ് കുഴിച്ചതുകൊണ്ട് തന്നെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെയും സഹാബത്തിനെയും ആക്രമിക്കാൻ വാളുകൊണ്ട് കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് സാധാരണ വന്ന് യുദ്ധം ചെയ്യുന്നത് പോലെ കഴിയില്ല. കാരണം വലിയ കിടങ്ങുള്ളത് കൊണ്ട്. പിന്നെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏക പരിഹാര മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കിടങ്ങിൻ്റെ ഈ മറുവശത്ത് നിന്നുകൊണ്ട് അവർക്കെതിരെ അമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് മുസ്ലിങ്ങൾക്കും തിരിച്ച് അങ്ങനെ തന്നെ ആണല്ലോ ചെയ്യാൻ കഴിയുക. അപ്പോൾ അതായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്ന മാർഗം. ഈ നിൽപ്പ് ദിവസങ്ങളോളം തുടർന്നു. അവസാനം നിരാശരായ ശത്രു നേതാക്കൾ കിടങ്ങിൽ വീതി കുറഞ്ഞൊരു ഭാഗം കണ്ടെത്തി. സമർത്ഥരായ ചില കുതിരപ്പടയാളികൾ ആ ഭാഗത്തുകൂടെ കിടങ്ങ് മുറിച്ചു കടന്നു. 1000 പേരെ ഒറ്റക്ക് നേരിടാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന അമ്രുബിന് വുദ് എന്ന ഭീമാകാരനായിരുന്നു അവരിൽ ഒരാൾ. തന്നെ നേരിടാൻ ആരുണ്ട്? അവൻ വെല്ലുവിളിച്ചു. അലി മുന്നോട്ട് വന്ന് അവൻ്റെ കഥ കഴിച്ചു. മറ്റൊരു വീരനായ നൗഫൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിടങ്ങിൽ വീണു. മുസ്ലിങ്ങൾ അവനെ അമ്പ് വർഷിച്ചു വധിച്ചു കളഞ്ഞു. ഉഹുദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും ഇപ്പോൾ ഇതാ കന്തക് യുദ്ധത്തിലും ആദ്യത്തെ കൊല നടക്കുന്നത് നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ഇത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ലാത്തത് കൊണ്ട് അത് തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. മറ്റൊരു വീരനായ നൗഫൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിടങ്ങിൽ വീണു. മുസ്ലിങ്ങൾ അവനെ അമ്പ് വർഷിച്ചു വധിച്ചു. രണ്ടാമത്തെ കൊലയും മുസ്ലിങ്ങളാണ് നടത്തിയത്. ധീരന്മാരെന്ന് അവകാശപ്പെട്ട് കിടങ്ങ് ചാടിക്കടന്ന ബാക്കിയുള്ളവരെല്ലാം ഇക്രീമ അടക്കം ജീവനും കൊണ്ടോടി. നബി പിന്നെ കിടങ്ങിന് കാവൽ ഏർപ്പെടുത്തി. കൊടും തണുപ്പ് സഹിച്ച് നബിയും രാത്രി കിടങ്ങിൽ സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള ഒരു സ്ഥലത്ത് കാവൽ നിന്നിരുന്നു. മുസ്ലിങ്ങൾ അകപ്പെട്ട കടുത്ത പ്രതിസന്ധി രൂക്ഷത വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് മുനാഫിക്കുകളിലും യഹൂദരും സ്വീകരിച്ചത്. കിസ്രയെയും കൈസറിൻ്റെയും നിക്ഷേപങ്ങളാണ് മുഹമ്മദ് നബി വാഗ്ദാനം ചെയ്തത്. കിസ്ര കൈസർ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ അവരുടെ
സമ്പത്ത് എന്ന് പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് പിന്നീടുള്ള വായനകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ സമ്പത്തിന് ഉടമസ്ഥരായിരുന്നു ഈ കിസ്ര കൈസർ രാജ്യങ്ങൾ, രാജാക്കന്മാർ എന്ന് പറയുന്നത്. അവരുടെ സമ്പത്താണ് പ്രവാചകൻ ഇവിടെ ഓഫർ ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട് ഒരു പ്രവാചകൻ ഓഫർ ചെയ്യുകയാണ് എന്ത്? ഈ കിസ്ര കൈസർ രാജ്യങ്ങളിലുള്ള രാജാവിൻ്റെ ആ പറയുന്ന സ്വത്തുക്കളാണ് നിങ്ങൾക്ക് ഞാൻ ഓഫറായി നൽകുന്നത്. ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കുക. ഒരു തൗഹീദിൻ്റെ മതപ്രബോധനത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മതപ്രബോധനത്തിന് ഓഫറായി കൊടുക്കുന്നത് ഒന്നുകിൽ മരണപ്പെടുകയാണെങ്കിൽ, രക്തസാക്ഷിയാവുകയാണെങ്കിൽ സ്വർഗത്തിലെ ഹൂറിമാരും അതുപോലെ തന്നെ മധ്യപ്പുഴയും സുഗലോലുപതയും. ഇവിടെയാണെങ്കിൽ ഖന്തക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ കിസ്ര കൈസർ രാജ്യങ്ങളിലുള്ള അവരുടെ സമ്പത്തും. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇത്രയും ക്ലിയറായി, സിമ്പിളായി, പച്ച മലയാളത്തിൽ നമ്മുടെ കൈകളിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടും അത് വായിച്ചിട്ടും അത് കേട്ടിട്ടും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ ഏറെ സങ്കടമാണുള്ളത്. ഞാനിതിലെ ഓരോ താളുകളും, ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലെ ഓരോ താളുകളും മറിക്കുമ്പോഴും എനിക്ക് അത്ഭുതമല്ലാതെ, വിഷമമല്ലാതെ, സങ്കടമല്ലാതെ മറ്റൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ മഹാന്മാരായി കരുതിയിരുന്ന പല ആളുകളുടെയും അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന ബോധ്യം നമുക്ക് ബോധ്യമായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇപ്പോൾ നിർഭയമായി മലമൂത്ര വിസർജനത്തിന് പോകാൻ പോലും കഴിയുന്നില്ല എന്ന് ചിലർ പരാതിപ്പെട്ടു. മുഹമ്മദ് തങ്ങളെ ചതിയിൽ കുടുക്കി എന്ന് അവർ പരസ്യമായി പറഞ്ഞു. മദീനയിൽ തങ്ങളുടെ കുടുംബങ്ങൾക്ക് സുരക്ഷയില്ലെന്ന് പറഞ്ഞ് പല ആളുകളും യുദ്ധക്കളം വിട്ടുപോയി. മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചു. മുസ്ലിങ്ങളുമായി സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചിരുന്ന മദീനയിലെ ബനു ഖുറൈളക്കാർ യഹൂദർ സഖ്യകക്ഷികളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി കരാർ ലംഘിച്ചു. അവരോടൊപ്പം ചേർന്ന മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. നബി സ്ത്രീകളെയും കുട്ടികളെയും മദീനയിലെ കോട്ടക്കുള്ളിലാക്കി കാവലിന് ആളെ നിർത്തിയിരുന്നു. ഹസ്സാൻ ബിൻ സാബിത്ത് കാവൽ നിന്നിരുന്ന സ്ഥലത്ത് കോട്ട നിരീക്ഷിച്ച് നടന്നിരുന്ന ഒരു ജൂതൻ നബിയുടെ അമ്മാവിയായ സഫിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹസ്സാനോട് അവനെ വധിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഞാനൊരു കവിയാണ്, യുദ്ധത്തിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. സഫിയ ഒരു മരക്കഷ്ണം എടുത്ത് കോട്ടക്കുള്ളിൽ നിന്നിറങ്ങി യഹൂദൻ്റെ തലക്ക് ഒരടി കൊടുത്തു. അവൻ നിലത്ത് വീണ് മരിച്ചു. ഇറങ്ങിച്ചെന്ന് അയാളുടെ വശമുള്ള വസ്തുക്കൾ എടുത്തു കൊണ്ടുവരാനായിട്ട് സഫിയ കൽപ്പിച്ചു. അയാൾ പുരുഷനാണെന്നതാണ് എനിക്ക് തടസ്സം, സഫിയ പറഞ്ഞു. എന്നാൽ ഹസ്സാൻ അതിനും തയ്യാറായില്ല. അവരെ കൊല്ലുക, തലക്കടിച്ച് കൊല്ലുക, എന്നിട്ട് അവരുടെ സ്വത്ത് തട്ടിയെടുക്കുക. മുനാഫിക്കുകളുടെ വഞ്ചന, മദീനക്കകത്ത് ബനു ഖുറൈളയുടെ കൂറുമാറ്റവും ആക്രമണ സന്നാഹവും, സഖ്യകക്ഷികളുടെ നീണ്ട ആക്രമണം, പട്ടിണി, കൊടും തണുപ്പ് മുസ്ലിങ്ങളുടെ സ്ഥിതിയാകെ വിഷമത്തിലായി. അവർ മുകൾ ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തു നിന്നും അവരുടെ അടുത്തേക്ക് വന്നു. കണ്ണുകൾ താളം തെറ്റി, ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളിൽ ആകുന്നത് പോലെ തോന്നി. സൂറത്തുൽ അഹ്സാബിൽ മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ വിവരിക്കുന്നുണ്ട്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ അവിചാരിതമായി ഒരു സഹായം ലഭിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്ത ഗത്ഫാൻ ഗോത്രത്തിലെ സയ്യിദ് ബിൻ മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ ഈ ബനു ഖുറൈളക്കാർ, അതുപോലെ തന്നെ മുനാഫിക്കുകൾ, അതുപോലെ തന്നെ നബിയുമായി നല്ല ബന്ധത്തിലുണ്ടായിരുന്ന പല ആളുകളും ഈ സാഹചര്യങ്ങളിലൊക്കെ നബിയുമായി വിയോജിപ്പിലാവുകയും നബിക്കെതിരെ പ്രവർത്തിക്കുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മദീന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ശാന്തസുന്ദരമായി വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ആളുകൾ, വളരെ ക്ഷമാശീലരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നൊരു സ്ഥലമാണ്. ഏത് ആളുകളെയും ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പരസ്പരം സഹായ സഹകരണങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള നല്ല മനുഷ്യരാണ് ഈ പറയുന്ന മദീനയിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണല്ലോ മക്കയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ മദീനയിലേക്ക് ഹിജറ ചെയ്ത് പ്രവാചകനും സഹാബത്തും വന്നപ്പോൾ അവരെ പരിപൂർണമായ സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി അവരെ ആക്സെപ്റ്റ് ചെയ്യുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് സ്വന്തം സ്വത്തുക്കളിൽ നിന്ന് ഭാഗം വെച്ചുകൊണ്ട് അവർക്ക് നൽകുകയും അവിടുത്തെ പൗരന്മാരായി സ്വീകരിച്ച് എന്തിനേറെ അവിടുത്തെ ഭരണാധികാരം വരെ പ്രവാചകൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം. അങ്ങനെ ഉള്ള ഒരു മനുഷ്യരാണ് ഈ പറയുന്ന യഹൂദ വിഭാഗത്തിലുള്ള മദീനയിലുള്ള ആളുകൾ. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ബനു ഖുറൈളയും ബനു നളീർ പോലെയുള്ള ഒരുപാട് ഗോത്രങ്ങൾ. ഇവരൊക്കെയും തന്നെ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ കാരണമായതെന്താണ്? ഈ തരത്തിലുള്ള പുതിയ ആദർശം കൊണ്ടുവന്ന് അവിടെയുള്ള സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്.
ബനു ഖുറൈളയുടെ ചരിത്രം നമ്മൾ പിന്നീട് വിവരിക്കുന്നുണ്ട്. ഈ ബനു ഖുറൈളയോട് പിന്നീട് മുസ്ലിങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ബനു ഖുറൈള പ്രവാചകനോടും സഹാബത്തിനോടും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്, ഈ തരത്തിൽ യുദ്ധത്തിൽ നിന്നൊക്കെ പിന്മാറി നബിയുടെ പക്ഷത്ത് നിൽക്കാതെ ഇരുന്നു എന്നതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാറില്ല. ബനു ഖുറൈളയുടെ പിന്മാറ്റം എന്തുകൊണ്ടാണ് ബനു ഖുറൈള അങ്ങനെ പിൻവാങ്ങിയത്, എന്തുകൊണ്ടാണ് മുനാഫിക്കുകൾ പലരും അങ്ങനെ തിരിച്ചു പോയത്, അതിൻ്റെ റീസൺ എന്താണ്, അത് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള എന്താ പറയുക അക്രമവും അധർമ്മവും പിടിച്ചു പറയുകയൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മൾ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം പ്രവാചകൻ അത് ചെയ്യുന്നു എന്ന രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് അങ്ങനെ ചിന്തിച്ചു പോകുകയുള്ളൂ. അത് ഏത് മതചരിത്രം എടുത്താലും വ്യത്യസ്ത മതങ്ങളിലൊക്കെ ഈ യുദ്ധ ചരിത്രങ്ങളുണ്ട്, പലതരത്തിലുള്ള യുദ്ധ ചരിത്രങ്ങളുണ്ട്. അത് ദൈവം തമ്പുരാൻ കൽപ്പിച്ചു എന്ന രൂപത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് ദൈവം തമ്പുരാൻ കൽപ്പിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. ഇന്ന് 2025 ആ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ന്യായാന്യായങ്ങൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും നമ്മുടെ ധാർമ്മിക ബോധവും നമ്മുടെ വൈജ്ഞാനിക തലത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏകപക്ഷീയമായിട്ട് ചിന്തിക്കുമ്പോൾ, അത് ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായിട്ട് ചിന്തിച്ചാലും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായിട്ട് ചിന്തിച്ചാലും ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് ചിന്തിക്കുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇനി എന്താ പറഞ്ഞാൽ നോക്കാം. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് അവിചാരിതമായ ഒരു സഹായം ലഭിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്ത ഗത്ഫാൻ ഗോത്രത്തിലെ നായിമുബിനു ഇസ്ലാം മതം സ്വീകരിച്ചു. മുസ്ലിങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ സഹായം നൽകാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നബിയെ സമീപിച്ചു. ഇസ്ലാം ആശ്ലേഷിച്ച വിവരം ഒളിച്ചു വെക്കണമെന്ന നായിമിനോട് കൽപ്പിച്ചു. ഈ ഇസ്ലാം സ്വീകരിച്ച ഇദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിച്ചു എന്ന കാര്യം പുറത്താരോടും പറയണ്ട എന്ന്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കാത്ത ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആളാണെന്ന് ശത്രുക്കൾ കരുതുകയും ആ തരത്തിൽ അവരുടെ യുദ്ധ കാര്യങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഈ നായിമിന് അറിയാനും കഴിയും. ആ വിവരങ്ങൾ നബിക്ക് ചോർത്തി കൊടുക്കാൻ നായിമിന് കഴിയും. അപ്പോൾ തൽക്കാലം നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം അവരെ അറിയിക്കേണ്ട എന്ന്, മുശ്രിക്കായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആളായിക്കൊണ്ട് തന്നെ നീ നിലകൊണ്ടോളൂ, എന്നിട്ട് അവരുടെ വിവരങ്ങളൊക്കെ അവർക്കിടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊള്ളുക എന്ന അർത്ഥത്തിൽ യുദ്ധതന്ത്രമാണ് എന്നാണ് പറയുന്നത്. ഒരു പ്രവാചകൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടാകാം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രവാചകൻ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു ദർശനം പഠിപ്പിക്കാൻ വന്ന, കാരുണ്യത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ജീവിച്ച ഒരു പ്രവാചകൻ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ചരിത്രഗ്രന്ഥത്തിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്കത് വായിക്കല്ലാതെ നിവൃത്തിയുമില്ല. ശത്രുവിനെ പരാജയപ്പെടുത്താൻ താങ്കൾക്ക് കഴിയുന്ന എന്തെങ്കിലും ചെയ്യുക, യുദ്ധതന്ത്രമാണ് നബി നിർദ്ദേശിച്ചു. നായിം ബനു ഖുറൈളയോട് ഇങ്ങനെ പറഞ്ഞു: ഖുറൈശികൾ വല്ല കാരണത്താലും മക്കയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികാര നടപടി കടുത്തതായിരിക്കും. അതിനാൽ നിങ്ങളെ കൈവിടുകയില്ല എന്നതിന് ചില ഖുറൈശി നേതാക്കളെ ജാമ്യക്കാരായി നിങ്ങൾ ആവശ്യപ്പെടണം. ഖുറൈശികളോട് നയീം പറഞ്ഞത് മറ്റൊന്നാണ്. ബനു ഖുറൈള മുസ്ലിങ്ങളുമായി ഒരു രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അവർ മുഹമ്മദിന് കൊടുക്കാൻ നിങ്ങളിൽ നിന്ന് ജാമ്യക്കാരെ ആവശ്യപ്പെട്ടേക്കും. യഹൂദരുടെ കുതന്ത്രങ്ങളെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ഗത്ഫാൻകാരിലും അദ്ദേഹം മറുകക്ഷികളെ പറ്റി സംശയം ജനിപ്പിച്ചു. ബനു ഖുറൈള ഖുറൈശികളോട് ജാമ്യക്കാരെ ചോദിച്ചപ്പോൾ നായിം പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് ബോധ്യമായി. ജാമ്യക്കാരെ നൽകാൻ ഖുറൈശികൾ വിസമ്മതിച്ചപ്പോൾ അവരിലുള്ള വിശ്വാസം ബനു ഖുറൈളക്ക് നഷ്ടമാവുകയും ചെയ്തു. ഇങ്ങനെ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ നായിമിന് കഴിഞ്ഞു. യുദ്ധവിജയത്തെപ്പറ്റി ആശങ്കുലരായ ഖുറൈശികൾക്ക് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ടാൽ മതി എന്ന ഒരു അവസ്ഥയിലായി. ഇതൊരു മഹാകുതന്ത്രമാണ് ഈ പറയുന്ന നായിം എന്ന് പറയുന്ന ഇസ്ലാം മതം സ്വീകരിച്ച ഒരാൾ ചെയ്തിട്ടുള്ളത്. പ്രവാചകന്റെ നിർദ്ദേശപ്രകാരമാണ്. ഈ ഒരു മാനസികാവസ്ഥ ഇന്നും പല സംഘടനാ ഭക്തരായിട്ടുള്ള ആളുകൾക്കുണ്ട്. സംഘടനകൾ, മുസ്ലിം സംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക സംഘടനകൾക്ക് ഉള്ളിലുള്ള സംഘടനകൾക്കിടയിൽ പരസ്പരം ഭയങ്കര മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ തൻ്റെ സംഘടനയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇതര സംഘടനകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവം, ഈ നായിം എന്ന് പറയുന്ന ഇസ്ലാം മതം സ്വീകരിച്ച ഈ ഒരു പുതുവിശ്വാസി ചെയ്യുന്ന ഇത്തരം മഹാകുതന്ത്രം, അത് പിന്നെ ഈ ഒരു ആക്രമണത്തിൻ്റെ, ഈ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവർ ശ്രമിച്ചേക്കും. എന്നാൽ ഇന്ന് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ സത്യസന്ധതയോ ധാർമ്മികതയോ ഒന്നുമില്ലാതെ പച്ചക്കളവുകൾ പറഞ്ഞ് ഏഷണയും പരദൂഷണവുമൊക്കെ കുലത്തൊഴിലായി സ്വീകരിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന
ഇത്തരത്തിലുള്ള സംഘടനാ ഭക്തരായിട്ടുള്ള ഭക്തിമൂത്ത് ഭ്രാന്തായ അവസ്ഥയിലേക്ക് ജീവിക്കുന്ന ഒരുപാട് സംഘടനാ പ്രവർത്തകരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ സെയിം സംഭവമാണ് ഇന്ന് മുസ്ലിം സംഘടനകൾക്കിടയിൽ അവരവരുടെ സംഘടനകൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകൾ ചെയ്യുന്ന ഇതിൻ്റെ ഒരു വലിയ രൂപമാണ് മതം എന്ന പേരിൽ അന്ന് ഈ പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ നടന്നത്. ഈ സെയിം പാറ്റേൺ തന്നെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി, അപ്പോൾ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുശുമ്പും കുന്നായ്മയും പരദൂഷണവും അസൂയയും ആ സാധനങ്ങളൊക്കെ മാറണം. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ കൊണ്ട് പ്രവാചകൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ ഈ മഹാകുതന്ത്രവും ചതിയും വഞ്ചനയുമാണ്. ഈ ചതിയും വഞ്ചനയും ഇതൊക്കെ പഠിച്ച ഇദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലും അദ്ദേഹം അതൊക്കെ ഹലാലാണെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ചതിയും വഞ്ചനയും അസൂയയും പരദൂഷണയും കുന്നായ്മയും മറ്റുള്ളവരെ ദ്രോഹിക്കലും ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തി നന്നാകണമെങ്കിൽ ഇതൊന്നും ചെയ്യരുത് എന്നല്ലേ പഠിപ്പിക്കേണ്ടത്. ഈ ചരിത്ര ഗ്രന്ഥത്തിൽ ഇതാണ് പറയുന്നത്. ഞാനിത് സാന്ദർഭികമായിട്ട് ഇത് വായിച്ചു വന്നപ്പോൾ ഞാനൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അതങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി എന്താ പറഞ്ഞത് നോക്കാം. ശത്രുപക്ഷത്തെ ക്യാമ്പിലെ അവസ്ഥ മനസ്സിലാക്കാൻ നബി ഹുദൈഫ എന്ന സ്വഹാബിയെ അയച്ചു. അദ്ദേഹം രാത്രി ഇരുട്ടത്ത് അവർക്കിടയിൽ കടന്നുകൂടി. അപ്പോൾ ഭയങ്കരമായ കാറ്റ് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. വിളക്കുകൾ കത്തുന്നില്ല. പാത്രങ്ങൾ അടുപ്പിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീണു. അടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയില്ല. അതിനിടയ്ക്ക് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ചാരന്മാരെ സൂക്ഷിക്കുക, അടുത്തിരിക്കുന്നത് ആരാണെന്ന് ഉറപ്പുവരുത്തണം. ഉടനെ ഹുദൈഫ അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ കൈപിടിച്ച് അയാൾ ആരെന്ന് ചോദിച്ചു. അയാൾ താൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തിയെങ്കിലും മറിച്ചൊന്നും ചോദിച്ചില്ല. പിന്നെ അബൂ സുഫിയാൻ ഇങ്ങനെ പറയുന്നത് കേട്ടത്, ജനങ്ങളെ ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല, മൃഗങ്ങൾ ചത്തുടങ്ങി. ബനു ഖുറൈളയാകട്ടെ സഖ്യം ലംഘിച്ചു. കാറ്റ് അതിഭയങ്കരം. അടുപ്പത്ത് പാത്രങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല. വിളക്കുകൾ കത്തുന്നില്ല. നമ്മുടെ തമ്പുകൾ മറിഞ്ഞു വീഴുന്നു. വേഗം സ്ഥലം വിടുക, ഇതാ ഞാൻ പോവുകയാണ്. ഇതും പറഞ്ഞ് ഒട്ടകപ്പുറത്ത് കയറി അയാൾ യാത്രയായി. ഹുദൈഫ പറഞ്ഞു, ഒന്നും ചെയ്യരുതെന്ന് റസൂലിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അയാളെ വെറുതെ വിട്ടു, ഇല്ലെങ്കിൽ ഞാൻ അമ്പ് എറിഞ്ഞ് കൊല്ലുമായിരുന്നു. റസൂല് ആരെയും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുദൈഫയെ ഖുറൈശികളുടെ സഖ്യത്തിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ രഹസ്യമായി അങ്ങനെ ചെന്ന ഹുദൈഫ ഒന്നും ചെയ്യാതെ തിരിച്ചു പോന്നു. ഹുദൈഫ വേഗം തിരിച്ച് റസൂലിനോട് വിവരം പറഞ്ഞു. ഖുറൈശികളുടെ തീരുമാനം അറിഞ്ഞ ഗത്ഫാൻകാരും ആ വഴി തുടർന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ ശത്രുപാളയം ശൂന്യം. നബി സൈന്യത്തെയും കൊണ്ട് മദീനയിലേക്ക് തിരിച്ചു. ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തു നിന്ന് 3 ഭടന്മാർ കൊല്ലപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് 6 പേര് രക്തസാക്ഷികളായി. അവരിൽ ഒരാൾ സഅദ് ബിൻ മുആദായിരുന്നു. അതുകൊണ്ട് തന്നെ മുറിവേറ്റ അദ്ദേഹത്തെ മദീനയുടെ പള്ളിയിലെ ഒരു തമ്പ് കെട്ടി അതിനാൽ ചികിത്സിച്ചിരുന്നത്. പല മരുന്നുകളും കൈവശമുള്ള വൈദ്യമറിയുന്ന റഫീദ എന്ന സ്ത്രീക്കായിരുന്നു ആ തമ്പിൻ്റെ ചുമതല. മുസ്ലിങ്ങൾ ദീർഘമായ ഉപരോധം കാരണം വളരെയേറെ വിഷമം സഹിച്ചാണ് ഈ യുദ്ധം ജയിച്ചത്. നബിയുടെ അസാമാന്യമായ യുദ്ധതന്ത്രമാണ് ഇവിടെ പ്രകടമായത്. മുസ്ലിങ്ങൾ ഒരു അജയ്യ ശക്തിയാണെന്ന് ഖന്തക് യുദ്ധം ശത്രുക്കളെ ബോധ്യപ്പെടുത്തി. മുസ്ലിങ്ങൾ അജയ്യവും അന്യൂന്യവുമായിട്ടുള്ള ഒരു ശക്തിയാണെന്ന് തെളിയിച്ച കോലമാണ് നമ്മൾ കണ്ടത്. ഈ തരത്തിൽ അജയ്യവും അന്യൂന്യവുമായിട്ടുള്ള ശക്തിയാണെന്ന് തെളിയിക്കുന്ന അഭിനവ ഇത്തരത്തിലുള്ള ആളുകളോട് ഒക്കെ നമുക്ക് പറയാനുള്ളത്, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ദർശനമാണെങ്കിൽ ഈ മാർഗങ്ങളിലൂടെയല്ല അത് തെളിയിക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ ഇന്ന് ലൈവായി ജീവിക്കുന്ന നമ്മുടെ ജീവിതമില്ലേ, ആ ജീവിതത്തിൽ നമുക്ക് സ്വയം ശാന്തിയും സമാധാനവുമുള്ളൊരവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗമുള്ള ആളുകൾക്കും ശാന്തിയും സമാധാനമുള്ളൊരു ജീവിതം നമ്മളാൽ ഉണ്ടാകുന്നൊരവസ്ഥയും സൃഷ്ടിക്കണം. അത് ജീവിച്ചു കൊണ്ടാണ് തീർക്കേണ്ടത്. നാവ് കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ ബലപ്രയോഗം കൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ മറ്റുള്ളവരുടെ മേത്ത് കുതിര കയറിക്കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അതിന് സാധിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അന്യൂന്യവും അജയ്യവുമാണെന്നൊക്കെ പറഞ്ഞിട്ട് തെരുവിലിറങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പഴഞ്ചൻ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികളാണെന്ന് ഇത് വായിക്കുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഈ വായിച്ച ഖന്തക് യുദ്ധം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ട് നിഷ്കളങ്കമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ ചരിത്രങ്ങൾ ഓരോന്നും വായിക്കുമ്പോഴും എനിക്ക് ബോധ്യപ്പെടുന്ന, എൻ്റെ ബോധ്യം കൂടുതൽ ഉറപ്പുള്ളതാക്കുന്ന ഒരു പോയിൻ്റ് എന്താണെന്നറിയോ? ഈ യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഇതൊരു ഇസ്ലാമിക് രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് ഒരു രാഷ്ട്രീയ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടന എന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ ദർശനം, ഇസ്ലാം സമാധാനത്തിൻ്റെ ഒരു ദർശനമാണെങ്കിൽ അത് ദൈവികമായി ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നുള്ള ഒരു സമാധാനത്തിൻ്റെ മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ട് അവതരിപ്പിച്ച
ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ദർശനമാണെങ്കിൽ, ഈ അക്രമത്തിൻ്റെ, അനീതിയുടെ, അധർമ്മത്തിൻ്റെ, പിടിച്ചുപറിയുടെ, കൊള്ളയുടെ, ദീനരോധനങ്ങൾക്ക് കാരണമായി തീരുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളുടെ മാർഗത്തിലൂടെയാണോ ഈ പറയുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആദർശം പ്രചരിപ്പിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കേവലമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് ഈ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ പണ്ഡിത പുരോഹിതർ ഈ ഒരു കാഴ്ചപ്പാടുകൾ ഒരിക്കലും തന്നെ പാവം വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കാറില്ല. പിന്നെ ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വിശദമായിക്കൊണ്ട് അത് മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും. സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാമിൻ്റെ ഈ ഒരു റൂട്ട് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഫിത്നയുണ്ട്. ആ ഫിത്ന അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്ന ആ ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം എന്തൊരു മഹത്തായ കാര്യം ചെയ്തു എന്നല്ല. ഇസ്ലാമിൻ്റെ ഈ ഒരു സംഭവം ജനങ്ങൾക്കിടയിൽ മനസ്സിലാകുന്ന തരത്തിൽ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹമാണ്. കാരണം ഇസ്ലാമിൻ്റെ ഈ ഒരു സംഭവങ്ങൾ വായിച്ച ഏതൊരാൾക്കും ഇസ്ലാം എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സങ്കല്പത്തിന് വേണ്ടി, അധികാരം കൈയാളുന്ന ഒരു മേഖലയ്ക്ക് വേണ്ടി, എന്നിട്ട് അതിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ആ രാജ്യം അല്ലെങ്കിൽ ആ രാഷ്ട്രം വികസിപ്പിച്ചെടുക്കുക എന്ന തന്ത്രം ആണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത്. അവരുടെയൊക്കെ സമ്പത്തുകൾ പിടിച്ചടക്കി ഒരു വലിയ ഇസ്ലാമിക രാഷ്ട്രം, സാമ്പത്തികമായി പുരോഗതിയുള്ള സാധാരണ ഗതിയിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന മൗദൂദി. ആ മൗദൂദി രൂപകൽപ്പന ചെയ്ത പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രം, ആധുനിക ജനാധിപത്യ മൂല്യങ്ങളൊക്കെയും തന്നെ ശിർക്കിൽ അധിഷ്ഠിതമാണ്, അതുമായി സന്ധിക്കുന്ന ഒരു മേഖലയും ഇസ്ലാമിനില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു മഹാൻ അവർകളും കൂടിയാണ് ഈ അബുൽ അല മൗദൂദി. യഥാർത്ഥത്തിൽ ജനാധിപത്യ ചിന്ത എത്ര വലിയ ഉദാത്തമായ, ഉന്നതിയിലുള്ള, എത്ര നീതിപൂർവമായ ചിന്തയാണെന്ന് നമ്മൾ ഇന്ന് ആധുനിക ലോകത്തെ മനുഷ്യർക്ക് അറിയാം. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു തിയറിക്ക് ഒരു കാരണം, ഇവർ പഠിപ്പിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്ലാമാണ് കേട്ടോ. ആ ഇസ്ലാമിൻ്റെ തിയറി അനുസരിച്ചിട്ട് ഇസ്ലാമിക രാഷ്ട്രം എന്നതല്ലാതെ ബാക്കിയുള്ള എല്ലാ തിയറികളും, അത് ജനാധിപത്യമായാലും സോഷ്യലിസം ആയാലും എന്ത് സാധനങ്ങളായാലും, അതൊക്കെയും തന്നെ പിഴച്ചതാണെന്നും അതൊക്കെ ശിർക്കൻ വാദങ്ങളാണെന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സന്ധിയാകാൻ കഴിയില്ലെന്നും, ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ താമസിച്ചാലേ പറ്റുകയുള്ളൂ എന്ന വിഷചിന്ത, ഏറ്റവും ഭീകരമായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, ഇതര മതസ്ഥരോടും ഇതര ജീവജാലങ്ങളോട് പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായ, മാനവിക മൂല്യങ്ങൾക്കെതിരായ, ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ഒരു ചിന്താഗതിയാണ് ഈ പറയുന്ന മൗദൂദിയൻ ചിന്താഗതി എന്ന് പറയുന്നത്. അത് ഇന്ന് 2025 പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ആദർശം പേറുന്ന പ്രിയപ്പെട്ട ബഹുമാനരായ ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിത പുരോഹിതന്മാർ ഇന്ന് ആ ആദർശ നേതാവിനെ, ഈ മഹാപ്രസ്ഥാനത്തെ ഉണ്ടാക്കിയ ആ പിതാവിനെ തന്നെ തള്ളിപ്പറയുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എത്തിയത് അവരിൽ ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. കാരണം ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്നല്ല, ലോകത്തെവിടെയും ഈ ഒരു തരത്തിലുള്ള ആദർശത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം രൂപീകൃതമാക്കിയിട്ട് അങ്ങനെ ഈ പറയുന്ന 6ാം നൂറ്റാണ്ടിലെ തിയറികൾ മാത്രം ഫോളോ ചെയ്യുന്നൊരവസ്ഥയിൽ ഒരു ജനസമൂഹത്തെയും ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഒരു ജനസമൂഹവും അത് അംഗീകരിച്ച് തരില്ല. 6ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ യുദ്ധവും കൊള്ളയും പിടിച്ചുപറിയും ബലാത്സംഗങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ വേദനകൾക്ക്, മനുഷ്യർ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത, എന്തിനേറെ മനുഷ്യൻ്റെ ജീവന് പോലും പ്രാധാന്യം കൊടുക്കാത്ത ഒരു പ്രത്യയ ശാസ്ത്രം, അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരവസ്ഥ, ആ ഒരു തിയറി ഫോളോ ചെയ്യുന്ന അവസ്ഥ ഒരു കാലഘട്ടത്തിലും ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് ഇന്ന് ശാസ്ത്രം ഇത്രയും വികസിച്ച, ഇത്രയധികം വൈജ്ഞാനികമായി മനുഷ്യർ പുരോഗതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഉട്ടോപ്യൻ വാദഗതികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ ഒരു മൗദൂദിയൻ ആശയം
വലിച്ചെറിഞ്ഞത്. മൗദൂദിക്ക് ഈ ആശയം കിട്ടിയത് മൗദൂദിയായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് മൗദൂദിക്ക് വഹി കിട്ടിയിട്ട് മൗദൂദി പറഞ്ഞതല്ല. മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം മൗദൂദി ഹിസ്റ്ററി പഠിച്ചു. മൗദൂദി ഇസ്ലാമിക് ഹിസ്റ്ററി ക്ലിയറായി പഠിച്ചപ്പോൾ മൗദൂദിക്ക് ബോധ്യപ്പെട്ടു എന്ത്, ഈ പറയുന്ന രൂപത്തിലാണ് ഇസ്ലാമിക രാഷ്ട്രം വേണം, ഇല്ലാതെ ഒരു കാരണവശാലും ഒരു മുഅ്മിന് പൂർണ്ണ മുഅ്മിനായിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം ഇത് പഠിപ്പിക്കുന്ന തത്വം അതാണ്. മൗദൂദി അത് പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ എന്തായി? ഒരുപാട് സംഘടനകളുണ്ടായി. അത് കൊണ്ടുവന്നപ്പോൾ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ തിയറി കംപ്ലീറ്റ് ഇത്രയേറെ വിമർശിക്കപ്പെടുകയും ആ തിയറി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട അതേ പ്രസ്ഥാനത്തിലെ അനുയായികൾ തന്നെ അതേ നേതാവിനെ തള്ളിപ്പറഞ്ഞു. ഇത് സ്വാഭാവികമാണ്. ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും പലരെയും തള്ളിപ്പറഞ്ഞാൽ, പല തിയറികളും തള്ളിപ്പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെയും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവവിശ്വാസം ഉപേക്ഷിച്ച് നിരീശ്വര യുക്തിവാദികളാകണം എന്ന് പറയാനോ പഠിപ്പിക്കാനോ ആഹ്വാനം ചെയ്യാനോ വേണ്ടിയല്ല നമ്മളൊന്നും സംസാരിക്കുന്നത്. ഈ സംസാരം മുഴുവൻ ഇത്തരത്തിൽ വൈകൃതങ്ങളായ മതത്തിൻ്റെ പേരിൽ മനുഷ്യത്വ വിരുദ്ധമായ, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഈ ചിന്താഗതികളെ പാടെ ഉപേക്ഷിച്ച് ഒരു അപ്ഡേഷൻ നടത്തിയാൽ ഈ പറയുന്ന ദൈവവിശ്വാസം കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല. ഒരു നിരീശ്വര യുക്തിവാദിയും ഒരിക്കലും തന്നെ ഒരാളും ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ അയാളെ വെറുക്കുകയോ അല്ലെങ്കിൽ അയാളോട് ഏതെങ്കിലും നിലക്ക് പകവെച്ച് പുലർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് തിരിച്ചതുണ്ട് താനും. ഒരാൾ ദൈവത്തെ നിഷേധിച്ചു അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് യുക്തിവാദി നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ ഈ വിശ്വാസം തലക്ക് പിടിച്ച മതഭ്രാന്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന വിശ്വാസി എന്ത് ചെയ്യും? അയാളോട് പകയും വിദ്വേഷവുമായിരിക്കും. നിന്നെ ഞാൻ കണ്ടോളടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. നമുക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ അങ്ങനെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. ബുദ്ധിയും യുക്തിയും തിരിച്ചറിവും ഒക്കെയുള്ള ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി വിശേഷ ബുദ്ധി നൽകപ്പെട്ട ഒരു ജീവിയാണ് ഈ പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ അവൻ്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വൈകൃതങ്ങളായിട്ടുള്ള ആക്രമണങ്ങൾക്ക് പ്രേരണ നൽകുന്ന ഈ ഒരു കുടുസായ ചിന്താഗതികളിൽ നിന്ന്, ഉട്ടോപ്യൻ ചിന്താഗതികളിൽ നിന്നൊക്കെ നമ്മൾ മോചിതരായി നല്ല മനുഷ്യരായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിച്ചുകൊണ്ട്, ജാതി മതവും രാഷ്ട്രീയവും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, വിശ്വാസം നമുക്കുണ്ടോ നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ വിശ്വാസം, ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല, നിങ്ങളുടെ വിശ്വാസം എനിക്കും ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയാത്ത ഒരു സംഭവം നമ്മളെ മനസ്സിൽ നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ നമ്മളെ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട് ഇല്ലേ? അതുപോലെ അത് കൊണ്ട് നടന്നോളൂ. ഇനി അത് കൊണ്ട് നടക്കുന്നത് കൊണ്ട് പ്രയാസമുണ്ടോ? കൊണ്ട് നടക്കുന്നത് കൊണ്ട് ജീവിതം കുടുസാകുന്നുണ്ടോ? പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മനസ്സംഘർഷത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് എന്നൊരവസ്ഥയുണ്ടോ? ആ വിശ്വാസം അങ്ങോട്ട് മാറ്റിവെച്ചേക്ക്, എന്നിട്ട് മനുഷ്യനായി ജീവിച്ചോളൂ. വിശ്വാസം ഉൾക്കൊണ്ടാലും വിശ്വാസം ഉൾക്കൊണ്ടില്ലെങ്കിലും ഏത് നിലക്കാണെങ്കിലും നമ്മൾ മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ഈ ലോകവും ഈ ഭൂമിയും നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതവുമൊക്കെ എത്ര സുന്ദരമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം നമ്മളിവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ചരിത്ര പഠനങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാരണവശാലും ആരോടും ഒരു വൈരാഗ്യവും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ടല്ല ഇത് സംസാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള റീസൺ എന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊക്കെയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹം മാത്രമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യമാണ് ആരോഗ്യത്തോടെ ശാന്തിയും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ആ കിട്ടിയ അവസരത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പേറിക്കൊണ്ട് ഏതെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പുറകെ പോയി അന്ധമായി വിശ്വസിക്കുന്ന ആളുകളായി മാറിയതിൻ്റെ പേരിൽ ഈ വിലപ്പെട്ട നമ്മുടെ ജീവിതം കുടുസായിത്തീരുന്ന, ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കൊന്നും എത്താതിരിക്കാനൊക്കെ കൂടി നിങ്ങളെ നിങ്ങളുടെ ശാന്തിയും സമാധാനവുമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ ഈ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. ജീവിതത്തിൽ അത്രയേറെ തിരിച്ചടികൾ ഈ പറയപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടാണ് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ലഭിച്ചതും ഈ തരത്തിൽ സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയതും. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സത്യസന്ധമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും
പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നിഷ്കളങ്കമായി ചിന്തിക്കാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാനും ഒക്കെ ശ്രമിക്കുക. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഏത് തരം ചിന്താഗതികളിലുള്ളവരായാലും അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനുഷ്യരാണ്. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല നാളേക്ക് വേണ്ടി, നല്ലൊരു പുതിയ തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഐക്യത്തോടു കൂടി അണിചേരാം എന്ന പ്രതിജ്ഞയോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക്